സ്റ്റുഡൻസ്. അപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി FIUGPയുടെ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിലെ 3rd ചാപ്റ്ററായ കോസ്റ്റ് ഓഫ് ഡെപ്റ്റിലെ നമ്മൾ ഒരു ഇമ്പോർട്ടൻറ്റ് ഒരു പ്രോബ്ലമാണ് ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. കോസ്റ്റ് ഓഫ് ഇറഡീമബിൾ ഡിബെഞ്ചർ. അതിൽ നമുക്ക് ബിഫോർ ടാക്സും ഉണ്ട്, ആഫ്റ്റർ ടാക്സും ഉണ്ട്. അപ്പോൾ ബിഫോർ ടാക്സിൻ്റെ ഇക്വേഷൻ പറയുകയാണെങ്കിൽ KD = 1/NP × 100ഉം ആഫ്റ്റർ ടാക്സിൽ KD = I × 1 - T / NP × 100. ഇതിൽ I എന്ന് പറഞ്ഞാൽ ഇൻട്രസ്റ്റും NP എന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പൽ എമൗണ്ട് ആണ്. ആഫ്റ്റർ ടാക്സിൽ T എന്ന് പറഞ്ഞാൽ ടാക്സ് റേറ്റ്. അപ്പോൾ നമ്മൾ ഇവിടുത്തെ ഒരു ക്വസ്റ്റ്യനിലേക്ക് വരുമ്പോൾ ഫസ്റ്റ് ഈ എക്സാമ്പിളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതായത് എ ലിമിറ്റഡ് ഇഷ്യൂഡ് 1 lakh at 8% at par. 1 lakh 8% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 1 lakh എന്ന് പറഞ്ഞാൽ ടാക്സ് റേറ്റ് ആണ്. ഇത് ടാക്സ് റേറ്റ് തന്നിട്ടുണ്ട്. അപ്പോൾ ആഫ്റ്റർ ടാക്സിൻ്റെ ഇക്വേഷനാണ് നമ്മളിവിടെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അറ്റ് പാറാണ് ദ ടാക്സ് റേറ്റ് ആപ്ലിക്കബിൾ ടു ദ കമ്പനി ഈസ് 50%. കമ്പ്യൂട്ട് ദ കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് ക്യാപിറ്റൽ കമ്പ്യൂട്ട് ചെയ്യാനാണ് പറഞ്ഞേക്കണത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്യണം, നമ്മൾക്ക് അറിയാവുന്ന ഇക്വേഷൻ, അതായത് ആഫ്റ്റർ ടാക്സിൻ്റെ ഇക്വേഷൻ ഫസ്റ്റ് അങ്ങനെ തന്നെ നമ്മൾ എഴുതി വെക്കണം. അതിനുശേഷം എന്ത് ചെയ്യണം, ഈ 1 lakhും 8%ഉം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. അതായത് കാൽക്കുലേറ്ററിൽ കാണിച്ചു തരാം. ഇൻറ്റു 8/100 ചെയ്യുമ്പോൾ നമുക്ക് 8000 ആൻസർ കിട്ടും. ആ 8000 വേണം നമ്മൾ ഇവിടെ എഴുതാൻ വേണ്ടിയിട്ട്. 8000 ബ്രാക്കറ്റിൽ ഈ 1 നേരെ ഇറക്കി എഴുതുക. -0.5 എങ്ങനെ കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ 50% എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ 100നെ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, നമുക്ക് 0.5 എന്ന് പറയുന്ന ആൻസർ കിട്ടും. അപ്പോൾ നമ്മൾ 0.5 എഴുതാം. നമ്മളുടെ NP എന്ന് പറയുന്നത് എന്താ, ഈ NP ഉണ്ടല്ലോ, NP എന്ന് പറയുന്നത് പ്രിൻസിപ്പൽ എമൗണ്ട്. ഈ എമൗണ്ട് നേരെ എടുത്ത് എഴുതാം. ഇത് മൊത്തം സോൾവ് ഔട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്തായിരിക്കും, 4 എന്ന് പറയുന്ന ആൻസർ ആയിരിക്കും കിട്ടുക. കാൽക്കുലേറ്ററിൽ വേണമെങ്കിൽ നമുക്ക് ചെയ്ത് നോക്കാം. അതായത് അത് ചെയ്ത് നോക്കുകയാണെങ്കിൽ 8000 1 2 3 8000 ബ്രാക്കറ്റിൽ 1 - 0.5 ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, ഡിവൈഡഡ് ബൈ 1 lakh ഇൻറ്റു 100. കണ്ടോ, 4 അല്ല ആൻസർ ഇട്ടേക്കണം. അതാണ് നമ്മളുടെ ഇവിടുത്തെ ടോട്ടൽ ആൻസർ. അപ്പോൾ ഇത് ഓരോ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴും നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു.